നമസ്കാരം. ഹോർമൂസിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന ഇറാന്റെ 16 കപ്പലുകൾ തകർത്തെന്നാണ് അമേരിക്ക പറഞ്ഞത്. സ്ഥാപിച്ച മൈനുകൾ നീക്കിയില്ലെങ്കിൽ ക്രൂര ആക്രമണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഏതായാലും യുദ്ധം ഹോർമൂസിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ യുദ്ധോപകരണം ഹോർമൂസ് കടലിടുക്കാണ്. ആഗോള എണ്ണക്കച്ചവടത്തിന്റെ 20% അതിലൂടെയാണ്. അവർക്കറിയാം, എണ്ണയ്ക്ക് തടസ്സമുണ്ടായില്ലെങ്കിൽ ലോകം യുദ്ധപരിഹാരത്തിന് ഇടപെടില്ലെന്ന്. ഇപ്പോൾ അത് എല്ലാവരുടെയും ആവശ്യമായി. വീട്ടിൽ അടുപ്പ് പുകയേണ്ടതുപോലെയുള്ള ആവശ്യം. യുദ്ധം തീരുന്നത് നല്ലതാണ്, പക്ഷേ അതിനു മുൻപ് പാചകവാതകം തീരുന്നത് നല്ലതല്ല. കരുതലോടെ ഉപയോഗിക്കുക. നിങ്ങൾ ഏതു പക്ഷത്താണെന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇത്തിരി തീയുണ്ടോ കഞ്ഞി വയ്ക്കാൻ എന്നത് മാത്രമാണ്. യുദ്ധം ഇനിയും വായിക്കപ്പെടാത്ത ഒരു പാഠപുസ്തകമാണ്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കയ്പമംഗലം ബീച്ച് നാരായൺ മാർഗ് റോഡിനോട് ചേർന്ന് ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വൈകിട്ട് കൊടുങ്ങല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയും ഇസ്രായേലും നടത്തിയ യുദ്ധസമാനമായിട്ടുള്ള കിടന്നാക്രമണത്തിനെതിരെ, യുദ്ധസമാനമായിട്ടുള്ള അധിനിവേശത്തിനെതിരെ നമ്മുടെ അടുക്കളയിലേക്ക് പോലും അതിന്റെ ഭീതിതമായ അന്തരീക്ഷം കടന്നു വരുന്ന സാഹചര്യം സംജാതമാവുകയാണ്. ഇന്ത്യയിലെ മനുഷ്യർക്ക്, ഇന്ത്യയിലെ ഹോട്ടലുകളിലുള്ള മനുഷ്യർക്ക് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പാചകവാതകം പോലും, അത് കൊമേഴ്സ്യൽ ആയിക്കൊള്ളട്ടെ ഗാർഹികമായിക്കൊള്ളട്ടെ, ഉപയോഗിക്കേണ്ട പാചകവാതകം പോലും ഇന്ന് കൃത്യമായി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് ട്രഷറർ CS സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ്, റീമ K ഹമീദ്, PB ഹിമ, CS റസാഖ്, CS സുവിന്ദ്, അമാൻ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KR ശശികുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി, മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, പാർവതി EK, മനോജ് CS എന്നിവർ സംസാരിച്ചു. EK സത്യൻ, ജിനേഷ് മൂലംകുടം, V കൃഷ്ണൻ, EK രാജലക്ഷ്മി, KK സോജ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ബീച്ച് നാരായൺ മാർഗ് റോഡിനോട് ചേർന്ന് ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA ആസ്തി വികസന ഫണ്ട് 17,62,000 രൂപ വിനിയോഗിച്ചാണ് 280 മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിച്ചത്. KK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. PV സന്തോഷ് ശാന്തി, പ്രദേശവാസികളായ TS സുനിൽകുമാർ, KF ജിനചന്ദ്രൻ, PK സുകുമാരൻ, KK പ്രഭാകരൻ, KK തമ്പി തുടങ്ങിയവർ സംബന്ധിച്ചു. മാള ISTയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. റമദാൻ മാസത്തിൽ ത്യാഗപൂർണമായിട്ടുള്ള 30 ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ഈ ദിനത്തിൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത്. ഇന്നത്തെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. മനുഷ്യ മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ സ്നേഹം പകർന്നു നൽകുക, സാഹോദര്യത്തോടു കൂടി തന്നെ ജീവിക്കാനുള്ള നല്ലൊരു മനസ്സ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏരിയ പ്രസിഡന്റ് PK അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള ഫൊറോന വികാരി ഫാദർ ജോജി പോൾ പാലമറ്റം,
മാള ഇമാം സുബൈർ മന്നാനി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഗുരുധർമ്മം MD PK സുധീഷ് ബാബു, മാള മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് AA അഷ്റഫ്, വാർഡ് മെമ്പർ ജനീഷ് എന്നിവർ സംസാരിച്ചു. IST ഇമാം KS അമീർ ഷാ റമദാൻ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ജോപി മങ്കടിയാൻ, CN പ്രദീപ്, സിനി ബെന്നി വെമ്പിൽ, സുജാത VV, S ജമാൽ, KP അഷ്റഫ്, JN, PC ബാബു എന്നിവർ സംബന്ധിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പുതിയ കെട്ടിടം ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന എനിക്ക് എൻ്റെ പങ്കാളിത്തവും സഹകരണം ഉണ്ടാകും. മെഡിക്കൽ എൻ്റെ പങ്കാളിത്തം ഇങ്ങോട്ട് പറയുന്നതിനുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരത് പറയുന്നത് കൊണ്ടായിരിക്കുന്നു. എൻ്റെ പങ്കാളിത്തം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആൽഫ പാലിയേറ്റീവ് കെയർ വളരേണ്ടത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം എടുത്തിരിക്കുന്ന കുറച്ച് പേരുടെയും ഒരു ആവശ്യം മാത്രമല്ല. ഇതൊരു പാലിയേറ്റീവ് കെയറാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസം പകരാൻ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, അവരെ പരിചരിക്കാൻ ഉതകുന്ന തലത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം. അത് ഇവിടെയുള്ള ആളുകൾക്കല്ല അതിൻ്റെ പ്രയോജനം. ഇവിടെയുള്ള സാധാരണക്കാരായ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് പ്രയോജനം. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം എന്ന അഭ്യർത്ഥനയാണ്. ആൽഫയിലെ മുതിർന്ന അംഗം സുരേന്ദ്രൻ തൈവാലത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. ആൽഫ പാലിയേറ്റീവ് മാള യൂണിറ്റ് പ്രസിഡന്റ് AA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ഡോക്ടർ സലാം, സുരേഷ് ശ്രീധരൻ, ഡോക്ടർ ജോസ്, ലിസി പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, ദീർഘകാല പരിചരണത്തിനുള്ള കെയർ ഫോം, ഡയാലിസിസ് തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം. ഏങ്ങണ്ടിയൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചേറ്റുവ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പട്ടയ അസംബ്ലികളിൽ ഓരോ ജനപ്രതിനിധിയുടെയും പ്രദേശത്ത് ഇനിയും പട്ടയം കിട്ടാനുള്ളവരുടെ പേരുണ്ടെങ്കിൽ ആ പേരുകൾ തീരുമാനമെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് റവന്യൂ വകുപ്പിൻ്റെ തഹസിൽദാരിൽ കുറയാത്ത ഒരു നോഡൽ ഓഫീസർ അതിൻ്റെ ചുമതലകൾ വഹിച്ച് ജില്ലയിൽ കൊടുക്കാവുന്ന പട്ടയങ്ങൾ അവിടെ കൊടുക്കുകയും അല്ലാത്തത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു പുതിയ ആശയം. ആ ഡാഷ്ബോർഡ് 3 മാസത്തിലൊരിക്കൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വിശകലനം നടത്തി നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എന്ന ആത്മവിശ്വാസമാണ് പട്ടയ മിഷനിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 4.5 ലക്ഷത്തോളം മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ ശ്രദ്ധേയമായിട്ടുള്ള പട്ടയ മുന്നേറ്റം ഈ കേരളത്തിൽ സാധ്യമാക്കിയത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പിന്റെ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 1399.66 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ഓഫീസ് റൂം, വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഡൈനിങ് ഏരിയ, ടോയ്ലറ്റുകൾ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് K ചേറ്റുവ, വാർഡ് മെമ്പർ RA സൈഫുള്ള, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MA ഹാരിസ് ബാബു, MG ഘോഷ്, PK രാജേശ്വരൻ, VS സുബൈർ, AS തങ്കപ്പൻ, തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് R മനോജ്, തഹസിൽദാർ PN സുരേഷ്, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കയ്പമംഗലം ബീച്ച് നാരായൺ മാർഗ് റോഡിനോട് ചേർന്ന് ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.